ശ്രീ അഷ്റഫ് കടക്കൽ, റെജീം ചേഞ്ച് എന്നുള്ളത് എത്രമാത്രം ഗൗരവത്തോടുകൂടി ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യമായി നമ്മൾ കാണണം? ഇറാനെ കൊണ്ട് പുതിയ കരാർ അംഗീകരിപ്പിക്കുക, അവർ യുറേനിയം എൻറിച്ച് ചെയ്യുന്നത് നിർത്തിക്കുക, അല്ലെങ്കിൽ കൃത്യമായി ഈ നിരീക്ഷകരെ അവരുടെ റിയാക്ടറുകളിലേക്ക് അനുവദിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറത്ത് ഇറാനിലെ ഭരണകൂടത്തെ ഒക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക്, ആ ഒരു എക്സ്റ്റെൻറ്റിലേക്ക് ഈ യുദ്ധം പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ റീസ ഷാ പെഹ്ലവിയൊക്കെ തയ്യാറാണ്. എന്ന് മാത്രമല്ല, ഇറാനിൽ തന്നെ സ്വാഭാവികമായി ഉയരുന്ന പ്രതിഷേധവും ഭരണകൂടത്തിനെതിരെയുള്ള നിലപാടുകളും മറ്റുമൊക്കെ ഉണ്ട് പുരോഗമനവാദികളായ ആളുകളുടെ. ഈ യുദ്ധം ഇറാനിലെ ഖമൈനിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെ മാറ്റിക്കൊണ്ടുള്ള പുതിയ പഴയ 1979 വരെ ഉണ്ടായിരുന്ന ഭരണക്രമത്തെ പുനഃസ്ഥാപിക്കുന്ന വിധത്തിലുള്ള നിലയിലേക്ക് പോകുമോ? ഈ ഒരു ആണവ കരാറിലേക്ക് ഇറാനെ എത്തിക്കുക എന്നതല്ല യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. കാരണം ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതുപോലെ ഇവിടെ സംഭവിച്ചത് ബിട്രയൽ ഓഫ് ഡിപ്ലോമസിയാണ്. അപ്പോൾ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ യൂറോപ്യൻ യൂണിയനുമായിട്ടും സാക്ഷാൽ അമേരിക്കയുമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അതിന് ചർച്ചയ്ക്ക് ഇറാൻ പക്ഷത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആളിനെ തന്നെ ഇസ്രായേൽ വധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ പീസ് പ്രോസസ്സിനെ അഥവാ ന്യൂക്ലിയർ ചർച്ചയെ ഒരു സമാധാനപരമായ ഒരു പരിസമാപ്തിയിൽ എത്തുന്നതിനെ അട്ടിമറിക്കുക എന്ന ഇസ്രായേലിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാനെ ആക്രമിച്ചതോടുകൂടി അവരത് സാധ്യമാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ റഫേൽ ഗ്രോസി ഒക്കെ പോലെയുള്ള IAEA ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ അടക്കം പറഞ്ഞത് പിന്നെ ഇറാൻ്റെ കയ്യിൽ ഈ പറയുന്ന പോലുള്ള ന്യൂക്ലിയർ ഡിവൈസസ് ഉണ്ട് എന്നത് അദ്ദേഹം അംഗീകരിക്കുന്നുമില്ല, അദ്ദേഹം അതിനെ നിരാകരിക്കുന്നു. സാക്ഷാൽ നേരത്തെ ഷിനാസ് സൂചിപ്പിച്ച പോലെ അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അവരും പറഞ്ഞത് ട്രംപ് തള്ളിക്കളഞ്ഞു. അപ്പോൾ വിഷയം അതല്ല. വിഷയം രണ്ട് കാര്യങ്ങളിലാണ് അമേരിക്കയും ഇസ്രായേലും ഊന്നുന്നത്. ഒന്ന്, അലി ഖാംനയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴുള്ള ഇറാനിലെ ഭരണ സംവിധാനം മാറുക എന്നത് നീണ്ട കാലത്തെ അഥവാ 1979 മുതലുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു അജണ്ട തന്നെയാണ്. അത് നടക്കുമോ നടക്കില്ല എന്നുള്ളത് പുറകെ പറയാം. പക്ഷേ ഇറാനികളെ സംബന്ധിച്ചിടത്തോളം ഇറാനികൾക്ക് ഈ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് നേരത്തെ തന്നെ വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ 1953 ഇറാൻ കണ്ട ഇറാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ജനാധിപത്യ ഭരണകൂടമായിരുന്ന മുഹമ്മദ് മുസദ്ദിഖിനെ അട്ടിമറിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് മുസദ്ദിഖിനെ അട്ടിമറിക്കാൻ CIA നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നല്ലോ. അതിനുശേഷം അദ്ദേഹം ഓയിൽ നാഷണലൈസ് ചെയ്തു എന്ന കാരണം പറഞ്ഞിട്ടാണ് ബ്രിട്ടീഷ് ഓയിൽ കമ്പനിയുടെ മേലുള്ള സ്ക്രൂട്ടിനി, അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കാനുള്ള ശ്രമം നടത്തിയത് മുതലാണല്ലോ ഈ വിഷയങ്ങൾ ആരംഭിക്കുന്നത്. അത് ഇറാനികളുടെ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇറാനിലെ ഭരണമാറ്റം എന്നത് അതുകൊണ്ട് തന്നെ ബിട്രയൽ ഓഫ് ഡിപ്ലോമസി എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഒരു ഡിപ്ലോമാറ്റിക് വേയിലൂടെ ഒരു ഇറാനെ ന്യൂക്ലിയർ വിഷയത്തിൽ, അത് 2015 ഇറാൻ സൈൻ ചെയ്തതാണല്ലോ. IAEA വിദഗ്ധന്മാർ എത്രയോ തവണ ഇറാനിലെ എല്ലാ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളും സന്ദർശിക്കുകയും യുണൈറ്റഡ് നേഷൻസിൽ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകൾ വരികയും ചെയ്തു IAEA. അപ്പോൾ ഇതെല്ലാം വളരെ വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. അപ്പോൾ അതല്ല, മറിച്ച് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്രായേലി താല്പര്യങ്ങൾക്ക് എന്നും ഭീഷണിയായിട്ടുള്ളൊരു രാജ്യമാണ് ഇറാൻ. ആ അർത്ഥത്തിൽ ഇറാനെ തകർക്കുക. 1957 ഷാ ഭരണകൂടമാണല്ലോ ഇറാനിലെ ന്യൂക്ലിയർ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. ആരംഭിച്ച ന്യൂക്ലിയർ പ്രോജക്റ്റ് 1979 നിശ്ചലമായത്. എന്ന് പറഞ്ഞാൽ ഖുമൈനിയുടെ വരവോടുകൂടി 2003 ന്യൂക്ലിയർ ഡിവൈസസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫത്വ അഥവാ അംഗീകാരം ആത്മീയ നേതാവ് ഇറാൻ ഭരണകൂടത്തിന് നൽകിയിട്ട് അത് പിൻവലിച്ചിട്ട് പിന്നെ വീണ്ടും ഇതുവരെ നൽകിയിട്ടില്ല. സിവിലിയൻ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇറാൻ ആത്മീയ നേതാവിൻ്റെ ഇപ്പോഴുള്ള പെർമിഷൻ. പക്ഷേ ഇറാനിലെ നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് ഇറാഖിൽ ചെയ്തതുപോലെ അല്ലെങ്കിൽ സിറിയയിൽ ചെയ്തതുപോലെ ഒരു ഭരണകൂട മാറ്റം സാധ്യമല്ല, ഒരു റെജീം ചേഞ്ച് സാധ്യമല്ല. കാരണം
ആയത്തുള്ള ഖാംനയെ വധിച്ചുകൊണ്ട് ഇറാനിൽ ഒരു ഭരണകൂടം മാറ്റം സാധ്യമാണെന്നാണ് പറയുന്നത്. അതിന് എത്രയോ കാലങ്ങളായി അമേരിക്കയിൽ തന്നെ വസിക്കുന്ന റിസാ പഹ്ലവിയും റിസാ പഹ്ലവിയുടെ മകനും. റിസാ പഹ്ലവിയുടെ മകൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എത്രയോ കാലമായി ശക്തമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിസാ പഹ്ലവിയുടെ മകൻ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പിനോ ഇറാൻ ജനതയ്ക്കിടയിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തൊരു സംഗതി, ഇറാനിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് കൃത്യമായി ജനാധിപത്യ രീതിയിലുള്ളതാണ്. അവിടുത്തെ മജ്ലിസ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് ബോഡീസ് എല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ അതുകൊണ്ടാണല്ലോ ആത്മീയ നേതാവിന് താല്പര്യമില്ലാത്തവർ വരെ, ഇപ്പം അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. മുഹമ്മദ് ഖാത്തമി അലി ഖാംനയിക്ക് താല്പര്യമില്ലാത്ത ആളായിരുന്നു. റഫ്സൻജാനി നല്ലപോലെ താല്പര്യമുണ്ടായിരുന്ന ഒരാളല്ല. അങ്ങനെ ഇറാനിലെ ഭരണകൂടത്തിൻ്റെ പ്രസിഡന്റുമാരായി വരുന്ന പലരും അലി ഖാംനയുടെ ഇഷ്ടക്കാരല്ലാത്തവർ, അഥവാ നമ്മൾ പത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും ഇറാനിൽ അധികാരത്തിൽ വരുന്നത് തന്നെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ അതിൽ ഇലക്ഷനിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ അയോഗ്യരാക്കാനുള്ള ഒരു ബോഡി, ഗാർഡിയൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഖാംനയുടെ കീഴിൽ അഥവാ ആത്മീയ നേതാവിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിലവിൽ ഭരണ സംവിധാനം കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കുന്നത് ഇറാൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും മജ്ലിസുമാണ്. അപ്പോൾ ഖാംനയെ തീർത്തതുകൊണ്ട് അത് ഖാംനയി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒരു നീണ്ട ആയത്തുള്ളമാരുടെ ഒരു നിര ഇറാനിൽ ഇപ്പോഴും തന്നെ ഉണ്ട്. അത് മഷഹദിൽ നിന്നായാലും ഖുമ്മിൽ നിന്നായാലും ഇസ്ഫഹാനിൽ നിന്നുള്ള തിയോളജി സെമിനാരികളിൽ നിന്ന് പഠിച്ചു വന്ന വലിയ മതപണ്ഡിതന്മാരായിട്ടുള്ള മറ്റു തരത്തിലുള്ള ഭൗതികമായ വിദ്യാഭ്യാസവും ഒക്കെ നേടിയിട്ടുള്ള ഒരുപാട് ആയത്തുള്ളമാരുണ്ട്. അപ്പോൾ ഒരു ഖാംനയെ തീർത്താൽ ഒട്ടനവധി ആളുകൾ, അടുത്ത ആ നിരയിൽ നിൽക്കുന്ന ആളുകൾ അതിൻ്റെ സ്പിരിച്വൽ ലീഡറായി വരും. സ്പിരിച്വൽ ലീഡർ വിലായത്തെ ഫക്കീഹ് എന്നാണല്ലോ സാങ്കേതികമായി പറയുന്നത്. അതൊരു ജൂറിസ്റ്റാണ്. ജൂറിസ്റ്റ് ഭരണകൂടം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ മതപരമായ സാങ്ഷൻസ് കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഖാംനയെ വധിച്ചത് കൊണ്ട് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നത് തെറ്റായ ഒരു നിരീക്ഷണമാണ്. രണ്ടാമത്തത്, ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനെ ഭരണമാറ്റത്തിന് വേണ്ടി അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ റിസാ പഹ്ലവിയെയും റിസാ പഹ്ലവിയുടെ മകനെയുമാണ്. എന്ന് പറഞ്ഞാൽ ആയിരത്താണ്ടുകളായി നിലനിന്ന രാജഭരണത്തെ ഇറാനിയൻ ജനത ചവിട്ടിക്കളഞ്ഞപ്പോൾ ആ രാജഭരണത്തെ വീണ്ടും കുടിയിരുത്തുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ പ്രദേശത്തെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലെ ജനങ്ങളുടെ താല്പര്യമല്ല, അമേരിക്കയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ. അതാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ കണ്ട എല്ലാ സംഭവ വികാസങ്ങളിലും അത് ഇറാഖിൽ സാധിച്ചതുപോലെ, അല്ലെങ്കിൽ സിറിയയിൽ സാധിച്ചതുപോലെ, അല്ലെങ്കിൽ മറ്റ് മേഖലയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇറാനിൽ ഒരിക്കലും സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇറാന്റെ നിലവിലുള്ള ഭരണ സംവിധാനം.